മൊബൈൽ ഇപ്പോൾ വലിയ ദുരിതം പിടിച്ചൊരു സാധനമാണ്. ഇപ്പോൾ എൻ്റെ കാര്യത്തിൽ തന്നെ നോക്കുക, എൻ്റെ എവിഡൻസും ആ മൊബൈലിലുണ്ട്. പോലീസിന് എവിഡൻസ് എന്ന് അവർ വിശ്വസിക്കുന്നത് ആ മൊബൈലിലുണ്ട്. നൗ വാട്ട് ടു ഡു? ദിസ് ഇൻസ്ട്രുമെൻറ്റ് ഹാവ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഇൻഫർമേഷൻ വിത്തിൻ ദാറ്റ്. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ പറഞ്ഞ കാര്യം എന്തുകൊണ്ട് പറഞ്ഞു എന്ന് തെളിയിക്കാനുള്ള വീഡിയോസ്, ഫോട്ടോസൊക്കെ ഈ മൊബൈലിനകത്താണ് ഉള്ളത്. അത് നിങ്ങൾ പിടിച്ചു വെച്ച് കഴിഞ്ഞാൽ ഞാൻ പിന്നെ എൻ്റെ ഡിഫൻസിന് ഞാൻ എന്ത് പറയും? അതൊരു ശരിയല്ലേ? അപ്പോൾ ഇങ്ങനെ ഇത് നീണ്ടുപോയി. ഏതായാലും ഞാൻ കസ്റ്റഡിയിലെടുക്കാൻ സമ്മതിച്ച്, തടസ്സമൊന്നും വന്നില്ല, അങ്ങനെ പോയി. അത് കഴിഞ്ഞിട്ടും പോലീസിലെ ചില ഉന്നത ഉദ്യോഗസ്ഥന്മാർ എന്നോട് സംസാരിച്ചു. അവർ പറഞ്ഞു, മോഹൻദാസ് പറയുന്നതിലൊരു ന്യായമുണ്ട്, ഞങ്ങളുടെ ഭാഗത്ത് ന്യായമുണ്ട്. ഞാൻ പറഞ്ഞു, ഇല്ല സാർ, നിങ്ങളുടെ ഭാഗത്ത് ന്യായമില്ല. അല്ല, ന്യായം എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്ന കാര്യം അതുണ്ട്, ബട്ട് ഇറ്റ് ഈസ് എ ഗ്രേ ഏരിയ. കോടതികളാണ് അത് തീരുമാനിക്കേണ്ടത്. ഞാൻ പറഞ്ഞു, കോടതികൾ തീരുമാനിച്ചിട്ടുണ്ട്. രാജസ്ഥാൻ കോടതി, ഡൽഹി കോടതി, മദ്രാസ് ഹൈക്കോടതി, കർണാടക ഹൈക്കോടതി, ഒന്നോ രണ്ടോ തവണ എല്ലായിടത്തും ഈ പ്രശ്നം നിൽക്കുന്നുണ്ട്. അതിൽ വിചിത്രമായൊരു കേസ് വിച്ച് ലെഡ് ടു സുപ്രീം കോടതിയിൽ പുട്ടസ്വാമി ജഡ്ജ്മെൻറ്റ്. അതിലാണ് പ്രൈവസി ഫണ്ടമെൻ്റൽ റൈറ്റായിട്ട് അംഗീകരിക്കുന്നത്. അതുവരെ പ്രൈവസി ഫണ്ടമെൻ്റൽ റൈറ്റ് ആയിരുന്നില്ല. അതിന് കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതുപോലെ മൊബൈൽ പിടിക്കാൻ പോകുന്നു, മൊബൈൽ ഇയാൾ തരുന്നില്ല, ബാക്കിയെല്ലാം തരുന്നു, മൊബൈൽ പിടിക്കാൻ ചിലപ്പോൾ വയലൻ്റായിട്ട് ഞാൻ ചത്തുകളയും എന്നൊക്കെ പറയുന്നു. ടു കട്ട് ദ ലോങ് സ്റ്റോറി ഷോർട്ട്, പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ പോലീസുകാരിൽ ഒരാളുടെ ഭാര്യയുമായിട്ട് ഇയാൾക്ക് റിലേഷനുണ്ട്. അതിൻ്റെ വീഡിയോ ഈ മൊബൈലിലുണ്ട്. അതേ പോലീസുകാരൻ അല്ലെങ്കിൽ അവരുൾപ്പെട്ട സംഘമാണ് ഈ മൊബൈൽ പിടിച്ചെടുക്കാൻ പോകുന്നത്. പിടിച്ചെടുത്ത് അവർ ഗാലറി തുറന്നാൽ അതിലൊരു പോലീസുകാരൻ്റെ ജീവിതം കോഞ്ഞാട്ടയാവും, ഇയാളുടെ ജീവിതവും കോഞ്ഞാട്ടയാവും. അതുകൊണ്ടാണ് ഇയാൾ ഞാൻ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞ് ബ്ലാക്ക് മെയിൽ ചെയ്തത്. അത് പിന്നീട് പുറത്ത് വന്നു.